സച്ചിക്കും രേവതിക്കും ഇന്നാണ് ഫസ്റ്റ് നൈറ്റ്. അതുകൊണ്ട് തന്നെ അച്ഛമ്മ പറയുന്നുണ്ട്, പോയി നീ നല്ലൊരു ബെഡ് വാങ്ങിയിട്ട് വാ എന്ന് സച്ചിയുടെ അടുത്ത് പറയാണ്. അങ്ങനെ സച്ചി ആദ്യം പറയുന്നുണ്ട്, എന്തിനാ പുതിയ ബെഡൊക്കെ എന്ന് പറയുന്നുണ്ട്. നീ പോയി വാങ്ങി വാടാ എന്ന് അച്ഛമ്മ നിർബന്ധിച്ച് പറയുമ്പോൾ സച്ചി പോയിട്ട് ബെഡ് വാങ്ങിക്കുകയാണ്. എന്നാൽ ബെഡായി വരുന്ന സച്ചിയെ കാണുമ്പോൾ രേവതിക്ക് ഇങ്ങനെ ഒരു പുഞ്ചിരി വരികയാണ്. അപ്പോൾ സച്ചിയെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, എന്താ മുഖത്തൊരു ഭാവവ്യത്യാസമെന്ന്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഏയ് ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ബെഡുമായി വരുന്ന സച്ചിയെ കാണുമ്പോൾ രേവതിക്ക് സന്തോഷവും അതേപോലെ ചെറിയൊരു നാണൊക്കെ തോന്നുകയാണ് കേട്ടോ. അങ്ങനെ സച്ചി ബെഡും എടുത്ത് ഉള്ളിലോട്ട് പോവുകയാണ്. അച്ഛമ്മയും പാർവതി അമ്മയും കൂടെ ഉച്ചത്തേക്കുള്ള ഭക്ഷണം റെഡിയാക്കാണ്. മെയിൻ ഐറ്റം മുരിങ്ങക്കായ തന്നെയാണ്. മുരിങ്ങക്കായ വെച്ചിട്ടുള്ള വിഭവസമൃദ്ധമായ സദ്യ തന്നെയാണ് സച്ചിക്ക് ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ സച്ചിക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി ഭക്ഷണമൊക്കെ അച്ഛമ്മയും പാർവതി അമ്മയും വിളമ്പി കൊടുക്കുകയാണ്. അങ്ങനെ മുരിങ്ങക്കായ ഇങ്ങനെ കഴിക്കുന്ന കണ്ട് നമ്മുടെ രേവതി സച്ചിയുടെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ സച്ചിയും തിരിച്ചിങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട്. എന്നിട്ട് എന്തേ എന്ന് ചോദിക്കുന്നുണ്ട്. ഏയ് ഒന്നുമില്ല എന്ന് രേവതി പറയുന്നുണ്ട്. പിന്നീട് അച്ഛമ്മയുടെ ഫ്രണ്ട്സ് രേവതിയെ കാണാൻ വരികയാണ്. രേവതിയെ കാണാൻ മാത്രമല്ല, ശാന്തി മുഹൂർത്തത്തിനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛമ്മയുടെ ഫ്രണ്ട്സൊക്കെ വരുന്നത്. അങ്ങനെ എവിടെ മോള്, രേവതി എവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ രേവതി ഏതാ എന്ന് പറഞ്ഞ് രേവതി ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അങ്ങനെ എല്ലാവരും കൂടി രേവതിയെ അങ്ങ് പൊതിയുന്നുണ്ട്. അങ്ങനെ കട്ടിലൊക്കെ അലങ്കരിക്കുകയാണ്. ബെഡ്റൂമും പുതിയ ബെഡും പുതിയ കട്ടിലൊക്കെ വാങ്ങിച്ച് ബെഡ്റൂമൊക്കെ അടിപൊളിയായിട്ട് എല്ലാവരും കൂടെ ഒരുക്കുകയാണ്. പണ്ട് കാലത്തെ പോലെ മുല്ലപ്പൂവൊക്കെ ഇങ്ങനെ തൂക്കി അങ്ങനെയൊക്കെയാണ് ബെഡ്റൂം ഒരുക്കുന്നത്. അങ്ങനെ അച്ഛമ്മ പറയുന്നുണ്ട് രേവതിയോട് റൂമിലോട്ട് പൊക്കോ എന്ന് പറഞ്ഞ് റൂമിലേക്ക് പറഞ്ഞയക്കുകയാണ് രേവതിയെ. അങ്ങനെ സച്ചിയെയും റൂമിലേക്ക് പറഞ്ഞയക്കുകയാണ്. അതിനു മുൻപേ നമ്മുടെ രേവതി സച്ചിയുമായിട്ടുള്ള ഒരുപാട് നല്ല മുഹൂർത്തങ്ങളൊക്കെ ഇങ്ങനെ സ്വപ്നം കാണുന്നുണ്ട്. പിന്നെ രവിയെയും ചന്ദ്രയെയും സുധിയെയുമാണ് കാണിക്കുന്നത്. അങ്ങനെ രവി പറയുന്നുണ്ട്, വിദ്യാഭ്യാസം ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. ഒരു തവണ ഞാൻ ഇവൻ്റെ കല്യാണം ക്ഷണിക്കാൻ പോയതല്ലേ, ഇനി എനിക്ക് പോവാൻ നാണക്കേടാണെന്ന് രവി പറയാണ്. ഇത് കേട്ട് സുധിയുടെയും ചന്ദ്രയുടെയും മുഖമൊക്കെ മാറുന്നുണ്ട്. പ്രമോയിൽ കാണിക്കുന്നത് ഇത്രയേ ഉള്ളൂ. തുടർന്ന് എപ്പിസോഡ് റിവ്യൂ കാണാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കാനും മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ.